ഹായ് ഗൈസ്, ഇന്ന് നമ്മൾക്ക് എങ്ങനെ നല്ല ടേസ്റ്റി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം നല്ല പഴുത്ത മാങ്ങ അതിൻ്റെ തോല് കളഞ്ഞ് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക്, പിന്നെ കാശ്മീരി ചില്ലി, പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർക്കാം. കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം മാങ്ങ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മളിത് എപ്പോഴും ഈ മാങ്ങ വെള്ളത്തിനടിയിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഗ്യാസ് കത്തിച്ച് മീഡിയം ലെവലിലാക്കി മാങ്ങ വേവിക്കാൻ വെക്കാം. ഇനി ഇത് 10 മിനിറ്റ് വേവിക്കണം. ശേഷം ഒരു മുറി തേങ്ങ എടുത്ത് ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉള്ളി, പിന്നെ കറിവേപ്പില, പിന്നെ വെള്ളം, പിന്നെ ജീരകം എല്ലാം ചേർത്ത് കൊടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കാം. അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഈ പരുവത്തിൽ കിട്ടും. മിനിറ്റിന് ശേഷം നമ്മൾ അരിച്ചു വെച്ച ആ മിക്സ് നമ്മളുടെ ഈ ഒരു പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി ഈ ഒരു പരുവത്തിലാക്കി വെക്കണം. ഇനി അതിലേക്ക് മധുരത്തിന് വേണ്ടി കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. എല്ലാ സമയം ഗ്യാസ് മീഡിയത്തിൽ തന്നെ ഇടാൻ ശ്രമിക്കുക. ശേഷം ഇതുപോലെ മാമ്പഴ പുളിശ്ശേരിയിൽ നിന്നും ബബിൾസ് വരുമ്പോൾ നമ്മൾ കുറച്ച് തൈരെടുത്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കും. ഇനി നമ്മൾ മോരാണ് എടുക്കുന്നതെങ്കിൽ അരയ്ക്കണ്ട, പക്ഷെ തൈരാണ് എടുക്കുന്നതെങ്കിൽ ഒന്ന് അരച്ചെടുക്കണം. കാരണം അതൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഗ്യാസ് സ്ലോ ആക്കി നമ്മൾ ഈ അരച്ചു വെച്ച തൈര് ഒന്ന് അതിലേക്ക് ഒഴിക്കണം. ഒഴിക്കുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ടത് 5 സെക്കൻഡിന് ശേഷം മാത്രമേ നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ അത് ഡയറക്റ്റ് അതിലേക്ക് ഒഴിക്കുമ്പോൾ അതിങ്ങനെ അതിൽ പിടിച്ചു നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ 2 സെക്കൻഡിന് ശേഷം ഒഴിക്കാൻ വേണ്ടി പറയുന്നത്. തൈര് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കണം. ഇളക്കി കഴിഞ്ഞ് ഗ്യാസ് ഓഫാക്കി നമുക്ക് ഈ പുളിശ്ശേരി ഒന്ന് മാറ്റി വെക്കാം. ശേഷം നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് ചൂടാക്കാൻ വേണ്ടി വെക്കണം. ശേഷം ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക്, പിന്നെ വറ്റൽമുളക്, ഉള്ളി, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം.
ചുവപ്പ് കളർ